ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എ ബ്രൈഡ് അണ്ടർ ദ മൂൺലൈറ്റ് എന്ന് പറയുന്ന ഡ്രാമയുടെ തേർഡ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് സീനിൽ തന്നെ കാണുന്നത് നമ്മൾ മറ്റേ ആൻറ്റി എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചായ എല്ലാം കുടിച്ച് മകൾ വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. മറ്റേ നമ്മുടെ ഹീറോയിനും അപമാനിച്ച കാര്യങ്ങളൊക്കെ വന്നിട്ട് മകൾ വന്നിട്ട് അവളുടെ അമ്മയുമായിട്ടുള്ള നമ്മുടെ ആൻറ്റിയോട് പറയാണ്. അപ്പോൾ ആൻറ്റി പറയാണ്, ഇവക്കുള്ള പണി നമുക്ക് കൊടുക്കാം, അച്ഛനോട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിനെ എന്ത് ചെയ്യാണ്, ഹീറോയിൻ്റെ അച്ഛൻ വിളിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയാണ്, നീ അവൻ്റെ കുടുംബത്തിലേക്ക് പോയത് ബിസിനസ് കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യണം, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, അവനാണ് അതിൻ്റെ ഓണർ, അവന് ഒരു വലിയ കമ്പനിയുടെ CEO ആയതുകൊണ്ട് തന്നെ നീ അതിൽ ഇടപെട്ട് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് സെറ്റാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയണം. ഇതെല്ലാം ഈ ആൻറ്റിയുടെ പണിയാണ് ഈ അച്ഛനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛനോട് അവൾ പറയാണ്, എന്തായാലും ഇത് നടക്കത്തില്ല, കാരണം അദ്ദേഹത്തെ ഞാൻ കല്യാണം കഴിച്ചതെന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, പിന്നെ അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം കേൾക്കുമോ, ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, പിന്നെ നിങ്ങളൊക്കെ നിർബന്ധിച്ച് കെട്ടിച്ചതല്ലേ, അതുകൊണ്ട് ഇതൊന്നും പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ എന്തായാലും ഇതിനൊന്നും വേണ്ടി സഹായിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അപ്പോഴത്തേക്കും അച്ഛൻ പറയാൻ തുടങ്ങി, അവളിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി, നിന്റെ അമ്മയുടെ സ്വത്തല്ല നിനക്ക് കിട്ടണമെങ്കിൽ നീ മര്യാദയ്ക്ക് ഇതൊക്കെ ചെയ്തോണം. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, വേറെ ഏതോ ഒരു പ്രൊജക്റ്റിന് കാര്യമായിട്ട് ഇവനെ ഓരോ കാര്യങ്ങൾ പറയണം. അതായത് ഇവിടെ ആൻറ്റി എന്തോ അവർക്ക് നല്ല പണി കൊടുക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഹീറോയിൻ്റെ കഴുത്തേലെ ഇന്നലെ ഹീറോയിൻ കടിച്ച പാട് കാണുമ്പോൾ ഇതെന്താ പറ്റി നിങ്ങളുടെ കഴുത്തിന് നിൽക്കുമ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് അവനിങ്ങനെ നോക്കുകയാണ്, ഇതിപ്പോൾ ഭയങ്കര കുരിശായല്ലോ എന്നുള്ള പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സീനിൽ കാണിക്കുന്ന ആരോ അവനെ വിളിച്ചിട്ട് പറയാണ്, നിന്നെ നിൻ്റെ ഭാര്യയോട് ഹീറോയിനെ ഭീഷണിപ്പെടുത്താണ്. അതായത് നീ നിൻ്റെ ഭാര്യനെ മയ്യക്ക് നോക്കി കണ്ടൊക്കെ നിർത്തിക്കോണം, അവൾ ശരിയില്ല, അവളുടെ സ്വഭാവം ഒന്നും ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം. അപ്പോൾ ഹീറോ ആ ഫോൺ അപ്പം തന്നെ കട്ട് ചെയ്തിട്ടോ, നിങ്ങൾക്കൊന്നും ഒരു പണിയില്ലേ എന്നുള്ള രീതിയിൽ അവൻ എന്ത് ചെയ്യാണ്, അതിങ്ങനെ അവോയ്ഡ് ചെയ്തു, ആ കോൾ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സീനിൽ കാണിക്കുന്ന ഹീറോ ഇങ്ങനെ ഒരു ബാറിലിരിക്കുകയാണ്, എന്തോ ബിസിനസ് മീറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ്. അപ്പോഴത്തേക്കും വേറൊരു പെണ്ണിനെ വന്നിട്ട് അവൻ്റെ കൂടെ നിൽക്കുന്ന ആൾ പരിചയപ്പെടുത്തിട്ട്, ഈ പെണ്ണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവള് ഭയങ്കര സുന്ദരിയാണ്, നിനക്ക് വേണമെങ്കിൽ ഇവളെ ഡേറ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തണം. അപ്പോൾ അവൻ പറയണേ, എന്നിട്ട് ആ പെൺകുട്ടി വന്നിട്ട് അവനിങ്ങനെ ഡ്രിങ്ക് എല്ലാം കൊടുക്കുമ്പോൾ അവൻ പറയണേ, എനിക്കിതൊന്നും വേണ്ട, ഞാനിതൊന്നും കഴിക്കാറില്ലെന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോഴത്തേക്ക് അയാൾ കളിയാക്കണം, എന്താണ് നിനക്ക് ആണുങ്ങളെയാണ് ഇഷ്ടം എന്ന് ചോദിച്ച് കളിയാക്കണം. അപ്പോൾ അവൻ പറയണേ, ഞാൻ സ്ട്രെയിറ്റാന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിപ്പോക്കോ, ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ അടിച്ച് പുറത്താക്കും എല്ലാത്തിനെയും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇയാൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഹീറോയിൻ്റെ വൈഫിനെ കാണുകയാണ്. അപ്പോഴത്തേക്ക് ഹീറോയിനെ കണ്ടപാടെ ഇവനിങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ്, എടാ നിൻ്റെ ഭാര്യയില്ലേ ആ പോകുന്നതെന്ന് വേറൊരാളുടെ കൂടെ. അപ്പോഴത്തേക്കും ഹീറോയ്ക്ക് കാര്യം മനസ്സിലായി, കാരണം അവൾ രാവിലെ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. മിക്കവാറും ഹീറോയിൻ്റെ അമ്മ ഹീറോയിൻ്റെ അമ്മയല്ല, ഹീറോയിൻ്റെ മറ്റേ ആൻറ്റി എന്ത് ചെയ്യാണ്, ഇവക്കിട്ട് പണിതാണെന്ന് ഹീറോയ്ക്ക് അത് കേട്ടപ്പോഴേ മനസ്സിലായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ കൂടെ ചെന്ന് ഒരു റൂമിൽ ഇങ്ങനെ കയറിയ സമയത്ത് ഇവളുടെ ആൻറ്റി പറയാണ്, നീ മര്യാദയ്ക്ക് അയാളെ നോക്കിയും കണ്ടൊക്കെ സ്വീകരിച്ചോണം, നിൻ്റെ കളിയൊന്നും ഇവൻ്റെ അടുത്ത് നടക്കില്ല, നീ ട്രിക്കൊന്നും എടുക്കാൻ നിൽക്കരുത്, അതായത് നീ അവനിങ്ങനെ ഫൂളാക്കിയിട്ട് അവസാനം പോവരുത്, എപ്പോഴും പോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഹീറോ അവിടെ വന്നുവാണ്, ഇവളിങ്ങനെ ആ റൂമിലിരിക്കുന്ന സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, ഇപ്പം അങ്ങോട്ട് പോകണ്ട, എൻ്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട്, അയാൾക്കിട്ടൊരു നല്ല പണി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയണേ, എനിക്കറിയാം നീ എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടിയായിരിക്കും വന്നിട്ടുണ്ടാവുക, അത് സാരമില്ല, ഞാനും കൂടി സഹായിക്കാൻ നിന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അയാൾ വന്ന് വിളിച്ച് പറഞ്ഞു, നീ എത്ര നേരം അകത്ത് കയറിയിട്ട് നീ എന്താ പുറത്ത് വരാത്തേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഹീറോ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനിപ്പോൾ വരാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഹീറോയും പറയാണ്, ഞാനിപ്പോൾ വരാം, കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യാൻ പറയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹീറോ ഓരോന്ന് പറഞ്ഞ് ഹീറോയിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അതുപോലെയൊക്കെ. അപ്പോൾ ഇവൾ അതുപോലെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവനിങ്ങനെ ഇവളുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് ക്ലോസ് ആയി വരുമ്പോഴത്തേക്കും ഇവൾ കിടന്ന്, അപ്പോൾ ഇവിടുന്ന് അയാൾ കരുതി ഇവൾക്ക് എന്തോ പറ്റിയെന്ന് കരുതി ഇവളോട് എന്താ അവിടെ ശബ്ദം എന്ന് ചോദിച്ചപ്പോൾ ഇവൾ പറയാണ്, അതൊരു എൻ്റെ കയ്യിൽ നിന്ന് സോപ്പ് കൂടതാന്നൊക്കെ പറഞ്ഞ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ഹീറോ പറയാണ്, ഞാൻ പറഞ്ഞ പോലെയൊക്കെ നീ പറയുന്നുണ്ട്, ഏതായാലും നീ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നോളാൻ പറയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളിങ്ങനെ അകത്തേക്ക് പെട്ടെന്ന് കയറി വന്നപ്പോഴത്തേക്കും ഈ ഹീറോയിനെ ഒളിപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ അവളിങ്ങനെ പറയണം, ഞാനിപ്പോൾ വരാം, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ എന്ന് പറയണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹീറോയിൻ എന്ത് ചെയ്യാണ്, പോകാൻ നേരത്ത് ഹീറോ ഇങ്ങനെ കൈ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ അവൾ പറയണം, നിങ്ങൾ എന്നെ വിശ്വസിക്കും, ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവനിങ്ങനെ അവളുടെ കൈ ഇങ്ങനെ പതിയെ വിട്ടു. അത് കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്, അതിനകത്തേക്ക് കയറി വന്നിട്ട് അയാളോട് പറയാണ്, നിങ്ങളെ കാണാൻ ഭയങ്കര ഹാൻഡ്സമാണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അയാളെ കുറച്ച് പുകഴ്ത്തി. അത് കഴിഞ്ഞപ്പോൾ അവളുടെ പുറകിൽ നിന്ന് സൂചി എടുത്ത് അയാളുടെ കഴുത്തിനും കുത്തി. അപ്പോഴത്തേക്കും അയാളുടെ ബോധവും പോയി. അത് കഴിഞ്ഞപ്പം പിന്നെ ഹീറോയിൻ വേഗം ചെന്നിട്ട് വാതിലിങ്ങനെ തട്ടുമ്പോൾ ആൻറ്റി എന്ത് ചെയ്യാണ്, വാതിൽ തുറക്കണം.
അപ്പോൾ വാതിൽ തുറന്നിട്ട് ആൻറ്റി ഇങ്ങനെ എല്ലാം പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ആൻറ്റിയുടെ ട്രാപ്പാണല്ലോ. അപ്പോൾ ആൻറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്, നീ ഇത്ര പെട്ടെന്ന് എല്ലാം കഴിഞ്ഞോ, നിന്നോട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെയൊക്കെ ചെയ്തോ അയാളെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഹീറോയിൻ പറയാണ്, ആ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ ചെന്ന് നോക്കിക്കോളാൻ പറയുന്നത്. അപ്പോൾ ആൻറ്റി അകത്ത് കയറിയിട്ട് ചെന്ന് നോക്കുകയാണ്. അപ്പോഴത്തേക്കും ആൻറ്റി ചോദിക്കണം, ഇയാൾക്ക് ഇതെന്താ പറ്റി, ഇയാളെന്ത് ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത്. അപ്പോഴത്തേക്കും ഹീറോയിൻ ആ പിന്ന് വെച്ചിട്ട് ആൻറ്റിയുടെ കഴുത്തിനും കൂടി കുത്തുകയാണ്. അപ്പോഴത്തേക്കും ആൻറ്റി ഇങ്ങനെ ബോധം കെട്ട് വരുമ്പോൾ ഹീറോയെ കറക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ആൻറ്റി വിചാരിക്കുന്നത് ഇവർ രണ്ടുപേരും ഇതാക്കി, ശരിക്കും ഇവർ രണ്ടുപേരും തന്നെ ഇവരെ ട്രാപ്പാക്കിയതാ. അത് പിന്നെ വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സീനിൽ കാണിക്കുന്ന അങ്കിൾ വന്നിട്ട് ഹീറോയിൻ്റെ ആൻറ്റിയോട് ദേഷ്യപ്പെടുന്നതാണ്. നീ എന്ത് പണിയാണ് കഴിച്ചത്, നീ ഇതിനൊക്കെ വേണ്ടി ബിസിനസ് മറ്റേത് മറിച്ചതെന്നും പറഞ്ഞ് എൻ്റെ അടുത്തൊന്നും വന്ന് നീ ഇങ്ങനെ കണ്ടവന്മാരെ കൂടെ നിരങ്ങാനാണോ എന്നൊക്കെ ചോദിച്ച് അങ്കിൾ നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പം താൻ കുടിച്ച കുടി താൻ തന്നെ വീണു എന്ന് പറയുന്ന കണക്കെ അവർ തന്നെ പണിയുണ്ടാക്കി അവർക്ക് തന്നെ മടിയായ അവസ്ഥയായി. അവസാനം ഹീറോയിൻ്റെ ആൻറ്റി പറയാണ്, ഹീറോയിൻ്റെ അങ്കിൾ പറയാണ്, നീ മര്യാദയ്ക്ക് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകണം. പിന്നത്തെ സീനിൽ ഹീറോ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് കുറേ ഗുണ്ടകൾ വരുവാണ്. ഇത് ഈ ആൻറ്റി ഏർപ്പാടാക്കിയ ഗുണ്ടകളാണ് ഇവർ ഹീറോയെ തല്ലാൻ വേണ്ടി. കാരണം ആൻറ്റി ബോധം കിട്ടുന്ന സമയത്ത് ഹീറോയാണല്ലോ വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് ആൻറ്റി വന്നിട്ട് പറയുകയാണ്, എന്താണ് നീ എന്ത് പണിയാണ് കാണിച്ചത്, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്, നിനക്ക് ഇനി നീ ആരെ അവനെ കാത്ത് നിൽക്കുമായിരിക്കും അല്ലേ, നീ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇവനെയും കാത്തി ഇവിടെ തന്നെ നിൽക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. അപ്പം തന്നെ ഹീറോയിന് കാര്യം കത്തി, എന്തോ ആൻറ്റി ഒരു മുട്ടം പണി അവക്കിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹീറോയിൻ ആൻറ്റി പറയണേ, നീ ഇങ്ങനെ നിന്ന് ഇത് ഇരിക്കത്തേ ഉള്ളൂ, നീ എത്രയും പെട്ടെന്ന് ഒരു വിധവയാകുന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പ്രായിക്കൊണ്ടിരിക്കുകയാണ്. നീ നിൻ്റെ അമ്മേനെ പോലെ തന്നെയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഹീറോയിന് നല്ല ദേഷ്യം വരും. ഹീറോയിന് അപ്പോഴത്തേക്കും നിങ്ങൾ എന്താ അദ്ദേഹത്തെ ചെയ്തതെന്ന് ചോദിച്ചാൽ അവളിങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ഇവളുടെ മുടിക്കെല്ലാം കുത്തിപ്പിടിച്ച് ആൻറ്റി ഒരുമാതിരി വാരൻ്റെയായി ഒരുമാതിരി പ്രാന്തിയ കണക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് നീ ഒറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം, നീ കാരണം ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർക്ക് നല്ല ദേഷ്യം. നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യം വരും. അപ്പം എന്നിട്ട് ആൻറ്റി പറയുമോ, നിന്നെ തല്ലി എൻ്റെ കൈ ഒടിയുന്നല്ലാതെ നീ പറഞ്ഞാലൊന്നും കേൾക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോഴത്തേക്കും ഹീറോയിന് നല്ല ദേഷ്യം വന്നിട്ട് ഹീറോയിൻ ആൻറ്റിയുടെ പേരങ്ങ് വിളിക്കും. അത് കഴിഞ്ഞിട്ട് ആൻറ്റീനെ വലിച്ച് നിരത്തിട്ടിട്ട് അപ്പോൾ ആൻറ്റി ചോദിക്കണം, നീ എന്ത് ചെയ്യുക, നീ എന്നാ ചെയ്യാൻ എന്നെ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ഹീറോയിൻ 2-3 അടിയും കൊടുത്തിട്ട് പറയും, നിങ്ങൾക്ക് ഇതെങ്കിലും തന്നിട്ട് എനിക്കിന്ന് സമാധാനം ഉണ്ടാവില്ല എന്ന്. അപ്പോഴത്തേക്കും പിന്നത്തെ സീനിൽ കാണുന്ന ഹീറോ നല്ല മാസമായിട്ട് ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് പിന്നത്തെ സീനിൽ നമ്മളെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഹീറോ എന്ത് ചെയ്യുകയാണ്, നേരെ അപ്പോഴത്തേക്കും ആൻറ്റി പറയുകയാണ്, ഞാൻ ഇതിന് നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല, നീ ഇതിന് ഒരുപാട് അനുഭവിക്കും, നീ ഇതിന് വലിയ വില കൊടുക്കും എന്ന് പറയണം. അപ്പോഴത്തേക്ക് ഹീറോയിൻ ഇതിൻ്റെ സ്ഥിരം ട്രിക്ക് എടുത്തു, സൂചി വെച്ചിട്ട് ഞാൻ ഒരുപാട് അനുഭവിക്കുമായിരിക്കും, പക്ഷേ അതിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്നതെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കാലിൽ അങ്ങ് കുത്തുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ അവർക്ക് കാലനക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നീ എൻ്റെ കാല് ശരിയാക്കിയിട്ട് കൂടി എൻ്റെ കാലെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിനും നല്ല മാസമായിട്ട് അവിടുന്ന് പോവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ പിന്നത്തെ സീനിൽ പിന്നെ ആൻറ്റി അവിടെ കിടന്ന് അവളെ ഒരുപാട് ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയിൻ അവിടെ നിന്നിട്ട് ഫോൺ വിളിക്കുകയാണ് ഹീറോയെ, എവിടെയായി, ഇപ്പം എന്ത് ചെയ്യുക, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ ഹീറോയിന് അപ്പോഴത്തേക്കും പുറകിൽ ഹീറോ വന്ന് നിന്നിട്ട് ഞാനിവിടെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവൾ ഓടി വന്നിട്ട് അവനെ കയറി ഹഗ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഞാൻ കരുതി എന്തെങ്കിലും അവരിങ്ങനെ ചെയ്തു, എന്നും എന്തെങ്കിലും പറ്റിയായിരുന്നു, എന്തായിരുന്നു അവിടെ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ അവളിങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പെട്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നതായിട്ട് അവൻ പറയണം, നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കൊന്നും പറ്റിയില്ല, അവന്മാർക്കാ പറ്റിയത് മുഴുവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ നടന്നതല്ല ഇവളോട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹീറോയിൻ ഇവിടെ ഈ അവരുടെ ബെഡ്റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോടെ വോയിസ് നമ്മൾ മെസ്സേജ് അയക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. മെസ്സേജ് അയക്കുന്ന സമയത്ത് അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്, ഇവിടെ നല്ല ഇതാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഫ്രണ്ട്സിന് ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവങ്ങനെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഫ്രണ്ട് ഇങ്ങനെ തിരിച്ചു ചോദിക്കുകയാണ്, നിൻ്റെ ഭർത്താവിൻ്റെ അവർക്ക് എന്തോ ടൈലർ ഷോപ്പാണെന്നാണ് തോന്നുന്നത്, അപ്പോഴത്തേക്ക് നിൻ്റെ ഭർത്താവിൻ്റെ ഡ്രസ്സിൻ്റെ അളവ് തന്നാൽ ഞാൻ നിനക്ക് ഡ്രസ്സ് അടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മീൻസ് അവളുടെ ഹസ്ബൻഡിന് ഡ്രസ്സ് അടിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ കളിയാക്കാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ പോലെ. അത് കഴിഞ്ഞിട്ട് ഹീറോ വരുമ്പോഴത്തേക്കും ഇങ്ങനെ നീ ആർക്കും ഈ മെസ്സേജ് അയക്കുന്നതെന്ന് ചോദിച്ചാൽ അവനിങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ച് വാങ്ങി നോക്കുമ്പോൾ ആ മെസ്സേജ് അഥവാ പ്ലേ ആയി പോവാണ്, മറ്റേ ആ ഡ്രസ്സ് തയ്ച്ച് തരാമെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ഇവൻ പറയണം, ആ കൊള്ളാലോ എനിക്ക് ഡ്രസ്സൊക്കെ തയ്ച്ച് തരാമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യണം, ആ വോയിസ് എല്ലാം എടുത്ത് കേൾക്കണം. അവൾ പറയണം, അയ്യോ കേൾക്കല്ല പ്ലീസ്, അതൊക്കെ വെറുതെ ഇങ്ങനെ അവരിങ്ങനെ അയക്കുന്ന ഒന്നും വിചാരിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവളിത് വാങ്ങാൻ നിൽക്കുമ്പോഴത്തേക്ക് അവനത് കൊടുക്കുന്നത്. പിന്നെ അവൻ പറയണത് നീ എന്തേലും പറഞ്ഞോളാൻ പറഞ്ഞ് അവളിങ്ങനെ വോയിസ് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അവൾ പറയണേ, എന്തോ പറയാൻ എല്ലാം പറഞ്ഞില്ലേ ഇനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം കേട്ടല്ലോ, ഇനിയിപ്പോൾ എന്നാ പറയാനാന്നുള്ള രീതിയിൽ അവളിങ്ങനെ
ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവനോട് ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് അവൻ പറയണ എന്നാൽ പിന്നെ ഞാൻ പോയി കുളിക്കാൻ പോവാന്ന്. അപ്പോഴത്തേക്കും അവൻ ചോദിക്കണം നീ വരുന്നോ എന്ന് ചോദിക്കണം. അപ്പോഴത്തേക്കും അവൾ പറയണേ ഞാനൊന്നും വരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവൾ ചോദിക്കണേ നീ അപ്പോഴത്തേക്കും പിന്നെ അവളിങ്ങനെ അത് കേട്ടപ്പോൾ വേഗം ഇങ്ങനെ എന്തോ പോലെയായിട്ട് ഹീറോനെ ഇങ്ങനെ നോക്കണം. അപ്പോൾ ഹീറോ പറയണോ ഞാൻ കരുതി നീ തെറ്റിദ്ധരിച്ച് കാണുന്നു, എന്നാൽ സാറേ നീ തെറ്റിദ്ധരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ അവളെ ഒരുമാതിരി കളിയാക്കിയിട്ട് ടീസ് ചെയ്തിട്ട് പോവാണ്. അപ്പോഴത്തേക്കും അവൻ പറയണേ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു നീ കാര്യമൊക്കെ ഉണ്ടാന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പിന്നെ ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് വേഗം പോവാണ്. അപ്പോഴത്തേക്ക് ഹീറോയിൻ ഇതെല്ലാം കേട്ട് ആകെ നാണം കെട്ടുപോയി എന്തൊരവസ്ഥ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ എല്ലാം കേട്ടല്ലോ എന്നൊരു ചമ്മലിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ എന്തോ സൗണ്ട് കേൾക്കും. അപ്പോഴത്തേക്കും അവൾ ഓടി അവൻ്റെ അടുത്തേക്ക് ഓടി എത്തിയിട്ട് എന്നാ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴത്തേക്കും അവൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, അതിന് ഞാനൊന്നും കാറിയില്ലല്ലോ. അപ്പം ഞാൻ സൗണ്ട് കേട്ടതോ. അപ്പോൾ അവനിങ്ങനെ ചിരിക്കുന്നതാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവനിങ്ങനെ ചുമ്മാ കളിയാക്കിയതാണ്. അത് കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ അവളെ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുകയാണ് നീ ശരിക്കും എന്നെപ്പറ്റി ഓർത്ത് ശരിക്കും വറീഡൊക്കെ ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണേ. പിന്നെ എൻ്റെ കൈ ഇന്ന് അവരെ ഉണ്ടാക്കിയിട്ട് അവന്മാർ തല്ലിയിട്ട് എൻ്റെ കൈക്ക് ഭയങ്കര വേദന അതുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനൊന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കണം. അപ്പോഴത്തേക്കും അവളിങ്ങനെ അതിന് സഹായിക്കുന്ന സമയത്ത് അവനിങ്ങനെ ചുമ്മാ സൗണ്ടൊക്കെ കയറി. അപ്പോഴേ അവൾക്ക് മനസ്സിലായി ഇത് ഉഡായിപ്പാണെന്ന്. എന്നിട്ട് അവൾ പറയണേ ഞാൻ ഇനി സഹായിക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ തനി അങ്ങ് ഉരിയാൽ മതി എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഹീറോയിൻ എന്തോ പോലെ ആയിട്ട് ഹീറോയിൻ വേഗം അവൻ്റെ അടുത്തുനിന്ന് വേഗം മാറിപ്പോവാണ്. എന്നിട്ട് അവൾ വേഗം പോകുന്ന സമയത്ത് അവൾ പറയണേ നിങ്ങൾ തനിയെ ഊരിക്കും ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് ഇറങ്ങിപ്പോകും. വീണ്ടും സൗണ്ടാക്കും. അവൾ വേഗം വീണ്ടും തിരിച്ചു വരും. പിന്നെ അവൾ പറയണേ അതെ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോവാണ്. അപ്പോൾ ഹീറോ അത് നോക്കി ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത എപ്പിസോഡ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം.